ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയുടെ ഭാഗം 2 ആണ്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സമയം ഒട്ടും കളയാനില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. 51ാമത്തെ ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ക്ലിക്ക് കെമിസ്ട്രി, ക്വാർക്കുകൾ, ക്വാണ്ടം ഡോട്ട്സ്, പോസിട്രോൺ. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ക്വാണ്ടം ഡോട്ട്സ് ആണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സ്. ഓക്കെ, 52ാമത്തെ ചോദ്യം, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചെമ്മീൻ, ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിന്റെ ഇതിഹാസം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഖസാക്കിന്റെ ഇതിഹാസം. ഓക്കെ, 53ാമത്തെ ചോദ്യം, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? പൂരക്കളി, കഥകളി, സർക്കസ്, ചവിട്ടി നാടകം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, സർക്കസ്. ഓക്കെ, 54ാമത്തെ ചോദ്യം, തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കുഞ്ഞനന്ദൻ നായർ, അപ്പുക്കുട്ടൻ നായർ, KK നീലകണ്ഠൻ, കുട്ടിക്കൃഷ്ണമാരാർ. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കുഞ്ഞനന്ദൻ നായർ. തിക്കോടിയൻ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കുഞ്ഞനന്ദൻ നായരാണ്. ഓക്കെ, 55ാമത്തെ ചോദ്യം, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൽ ബാക്കിയം ഉള്ളോവർ ഇതിനെ പടച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിത്? മാപ്പിള രാമായണം, കണ്ണശ രാമായണം, മുഹയുദ്ദീൻ മാല, നൂൽമാല. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുഹയുദ്ദീൻ മാല. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 56ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, വിഷകന്യക, പാതിരാ സൂര്യന്റെ നാട്ടിൽ. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഒരു ദേശത്തിന്റെ കഥ. ഓക്കെ, 57ാമത്തെ ചോദ്യം, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? നമുക്കൊരു ഓപ്ഷന്റെ ആവശ്യം പോലും ഇല്ല അല്ലെ, നമ്മൾ കുറെ അധികം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, R പ്രജ്ഞാനന്ദയാണ്. ഓക്കെ, 58ാമത്തെ ചോദ്യം, മൻസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? തീരസംരക്ഷണ സേന, KSEB, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം, കേരള വന ഗവേഷണ കേന്ദ്രം. ആരാണ്? ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ഓക്കെ, 59ാമത്തെ ചോദ്യം, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ് കഴിഞ്ഞ് നമുക്കറിയാം ജിഗാബൈറ്റ് ആണല്ലേ, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഏതാണ്? ഗിഗാബൈറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജിഗാബൈറ്റ് ആണ് കേട്ടോ, ജിഗാബൈറ്റ് ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജിഗാബൈറ്റ് ആണ്. 60ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലേ. ഏതാണ് ശരി? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 134. അതായത് എഡ്ജ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 134. ഇവ മാത്രം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 61ാമത്തെ ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ലാൻ, വാൻ, ക്യാൻ, മാൻ. ക്യാൻ ആണ് അല്ലേ. ലാൻ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ക്യാൻ ആണ് അതിൽ കൂട്ടത്തിൽ ചേരാത്തത്. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുടെ ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ടെലഗ്രാം ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെലഗ്രാം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 63ാമത്തെ ചോദ്യം, ഡീപ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ് ഫേക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പേപ്പറിലൊക്കെ വരുന്നതാണ്. ഡീപ് ഫേക്ക് എന്താണ്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 64ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? അത് സംസ്ഥാനത്തിലെ ഗവർണർ ആണല്ലേ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണറാണ്. അടുത്ത ചോദ്യം, 65ാമത്തെ ചോദ്യം,
ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നിസ്വാർത്ഥ സേവനങ്ങൾ, ഗതാഗതം, വാർത്താ വിതരണം, ഇൻഷുറൻസ്. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ്? 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനമാണ് ഏത്? നിസ്വാർത്ഥ സേവനങ്ങൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. നിസ്വാർത്ഥ സേവനങ്ങളാണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 66ാമത്തെ ചോദ്യം. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഭരണഘടന പ്രകാരം പട്ടികവർഗക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക, പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. എയും ബിയും ദേശീയ കമ്മീഷന്റെ പ്രവർത്തനമാണല്ലേ. സി നോക്കിക്കേ, പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. അത് ഒരു പ്രവർത്തനമല്ല അല്ലേ. പട്ടികവർഗക്കാരുടെ ദേശീയ കമ്മീഷൻ പ്രവർത്തനത്തിൽ അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 67ാമത്തെ ചോദ്യം. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയെ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷണ നിയമം, അതായത് പോക്സോ ആക്ട് അല്ലെ, അതിൽ നിലവിൽ വന്ന വർഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് അല്ലെ. ഏതാണ്? 2012 ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 69ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. 70ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മയാണ്. ഓപ്ഷൻ എ ആണ്. രേഖ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. 71 മാക്സ് ആണ് അല്ലേ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 15%. 72ാമത്തെ ചോദ്യം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 138 ആണ്. ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. 73ാമത്തെ ചോദ്യം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് ചോദ്യം. എത്ര സമയം വേണ്ടിവരും? ഏതാണ് റൈറ്റ് ആൻസർ? നമ്മുടെ പി എസ് സിയുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് നോക്കാം. 2 മണിക്കൂർ 30 മിനിറ്റ് ആണോ? 1 മണിക്കൂർ 30 മിനിറ്റ് ആണോ? 2 മണിക്കൂർ 40 മിനിറ്റ് ആണോ? 2 മണിക്കൂർ 15 മിനിറ്റ് ആണോ? 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് എടുക്കുക. ഓക്കെ, 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം കിടക്കാം. 74ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്രയാണെന്ന ചോദ്യം. 2k+1 × 2^5 = 2^7 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1 4 3 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 1 ആണ് ആൻസർ. ഓക്കെ, 74ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 75ാമത്തെ ചോദ്യം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? 20, 15, 30, 16 എന്ന് കൊടുത്തിട്ടുണ്ട്. 30 ദിവസമാണ് എടുക്കുക. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. 30 ദിവസമാണ് എടുക്കുക. ഓക്കെ, 76ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 25631 52163 33442. യെസ്, ദാറ്റ്സ് ആൻസർ. സി ആണ്. 33442 ആണ് ഇതിലെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണെന്നാണ് ചോദ്യം. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. തെക്കാണ്. ഓക്കെ, 77ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 78ാമത്തെ ചോദ്യം. ഹലോ എന്ന വാക്ക് കൂർ എന്ന കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം. ARGUO എന്ന് കൊടുത്തിട്ടുണ്ട്. GARUO എന്ന് കൊടുത്തിട്ടുണ്ട്. BACGU എന്ന് കൊടുത്തിട്ടുണ്ട്. ZRUOG എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് 78ാമത്തെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഹലോ എന്ന വാക്ക് KHOOR എന്ന കോഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ വേൾഡ് എന്ന വാക്ക് എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ആണ്.
ZRUOG ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 79ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏതാണ്? 4 7 12 ഡാഷ്. ഓക്കെ, 19 17 18 14 എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 19 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, എ എന്നത് പ്ലസ് ചിഹ്നവും ബി എന്നത് മൈനസ് എന്ന ചിഹ്നത്തെയും സി എന്നത് ഡിവിഷൻ അല്ലെ ഡി എന്നത് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ 18A 12C 6D 2B5 എത്രയാണ് സൂചിപ്പിക്കുന്നതാണ് ചോദ്യം. 14 17 15 20. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 17 ആണ്. 18A 12C 6D 2B5 എന്നുള്ളത് ഏതാണ് സൂചിപ്പിക്കുന്നത്? 17 എന്നാണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണല്ലേ. അടുത്തത് 81ാമത്തെ ചോദ്യം. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഹാസ്, ഹാവ്, ആർ, വിൽ ബി. ഹാസ് ആണല്ലേ. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ് എന്നാണ്. 82ാമത്തെ ചോദ്യം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഷാൾ യു, വിൽ യു, ഷാൾ വി ആണ് അല്ലേ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ അത് ഷാൾ വി ആണ്. 83ാമത്തെ ചോദ്യം. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഹി സെഡ് ദാറ്റ് ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഹി സേസ് ദാറ്റ് ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഹി സെഡ് ദാറ്റ് ഹീസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. മൂന്നും അല്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹി സേസ് ദാറ്റ് ഹീസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഐ വുഡ് ഹെൽപ്പ് ദ പുവർ എന്നാണ് പറയുക. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 85ാമത്തെ ചോദ്യം. ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ് എന്നാണ് പറയുക അല്ലേ. ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ടു ദ ചൈൽഡ്. 86ാമത്തെ ചോദ്യം കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. പ്രൊപ്രൈറ്റി. പ്രൊപ്രൈറ്റി എന്ന് പറഞ്ഞാൽ ഔചിത്യം എന്നാണ് അർത്ഥം. അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്? സ്പെല്ലിംഗ് ഓപ്ഷൻ ഡി ആണ്, പ്രൊപ്രൈറ്റി. ഔചിത്യം എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ ഡി ആണ്, PROPRIETY. ഓക്കെ, അടുത്തത് ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്വറ്റ് വർത്ത്ലെസ്, മാൻ ഓഫ് നോബിലിറ്റി, സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, വെരി റയർലി. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. The right answer is option C ആണ്, സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഓക്കെ, 88ാമത്തെ ചോദ്യം. ദ ഡാഷ് ഓഫ് വൂൾഫ് ഹോൾഡ് അറ്റ് ദ മൂൺ അല്ലെ. വൂൾഫ് എന്ന് പറയുമ്പോൾ പാക്ക് ഓഫ് വൂൾഫ്സ് എന്നാണ് പറയാം. ഓക്കെ, 89ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെന്റ്. അമെൻമെന്റിന്റെ എന്ന് പറയുന്നത് എന്താണ്? മോഡിഫിക്കേഷൻ ആണ് അല്ലേ. അമെൻമെന്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. അതിന്റെ സിനോണിം എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള മീനിങ് ആണ്. ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലേ. അടുത്ത ചോദ്യം 90ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ ആന്റോണിം ഫോർ ഡെഫിസിറ്റ്. ആന്റോണിം ഫോർ ഡെഫിസിറ്റ് ഏതാണ്? റൈറ്റ് ആൻസർ സർപ്ലസ് ആണ്. ഓക്കെ, സർപ്ലസ് ഇസ് ദ ആന്റോണിം ഫോർ ഡെഫിസിറ്റ്. ഇറ്റ് ഇസ് ആൻ ഓപ്പോസിറ്റ് വേർഡ് ഫോർ ദ ഡെഫിസിറ്റ്. അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം മലയാളമാണ് അല്ലെ. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. അനപത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. 92ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ്? ഏതാണ് ശരിയായ പദം? ഐക്യമത്യം, വിമിഷ്ടം, സാമ്രാട്ട്, കവയിത്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ്? കവയിത്രിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയല്ലേ? ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ, കവയിത്രി. ഓക്കെ, അടുത്ത ചോദ്യം 93ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? മിടുക്കർ, ശൂദ്രർ, പുരുഷന്മാർ, അധ്യാപകർ. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് സലിംഗ ബഹുവചനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, പുരുഷന്മാരാണ്. ഓക്കെ, 94ാമത്തെ ചോദ്യം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വേഗത്തിൽ പറയുക, ചുരുക്കി പറയുക, വിശദീകരിച്ച് പറയുക, സാവധാനം പറയുക. ചുരുക്കി പറയുക എന്നതാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുക എന്നതാണ് അർത്ഥം വരുന്നത്. അടുത്തത് 95ാമത്തെ ചോദ്യം. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണവും വർണ്ണവും പിഞ്ഞാണത്തിന്റെ വർണ്ണം അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നാണ്. പുട്ടൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അണയ്ക്കുക അല്ലെ. പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അണയ്ക്കുക എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണ്? ആരാണ് ദ്രൗണി? അശ്വതാത്മാവാണ് അല്ലെ. അശ്വതാത്മാവാണ് ദ്രൗണി എന്ന് പറയുന്നത്. ദ്രോണറല്ല, ദുര്യോധനല്ല, കർണനുമല്ല. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെയാണ്? ചിൻ പ്ലസ് മുദ്രയാണോ? ചിത് പ്ലസ് മുദ്രയാണ്. ഓപ്ഷൻ സി ആണ്, ചിത്
പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. 99ാമത്തെ ചോദ്യം, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. 100ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? വിശ്വസ്തൻ, വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? വിശ്വസ്തനാണ് കേട്ടോ. വിശ്വസ്തൻ ഇങ്ങനെയല്ല എഴുതുക, അതിനൊരു അക്ഷരത്തെറ്റുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ? പാർട്ട് 1 ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ, പാർട്ട് 2 ബാക്കി 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.